നമസ്കാരം. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം അദൃശ്യമായ സൈബർ ഭീഷണികളും UAE-യിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ താമസക്കാർക്ക് കർശന മുന്നറിയിപ്പുമായി സൈബർ സുരക്ഷാ കൗൺസിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ഡിജിറ്റൽ ലോകത്തെ ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ താക്കീത് നൽകുകയാണ്. ഔദ്യോഗിക സ്ഥാപനങ്ങളുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ അയച്ചും ആകർഷകമായ ഓഫറുകൾ വാഗ്ദാനം ചെയ്തും വ്യക്തിവിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും തട്ടിയെടുക്കുന്ന സംഘങ്ങൾ സജീവമാണ്. ആധുനികമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം തട്ടിപ്പുകളെ തിരിച്ചറിയുകയെന്നത് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ക്ലിക്കിലും ജാഗ്രത വേണമെന്നാണ് അധികൃതർ പറയുന്നത്. സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ അന്തരീക്ഷം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നിർദ്ദേശങ്ങളാണിത്. AI-യുടെ വളർച്ചയോടെ ലോകമെമ്പാടും സൈബർ ഭീഷണികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് UAE സൈബർ സുരക്ഷാ കൗൺസിൽ മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടിൽ ഓരോ 39 സെക്കൻഡിലും ഒരു സൈബർ ആക്രമണം നടക്കുന്നു. ക്വാണ്ടം ഗേറ്റ് എന്ന ദേശീയ പ്ലാറ്റ്ഫോമുമായി സഹകരിച്ച സുരക്ഷാ പദ്ധതികളാണ് നിലവിൽ UAE ആസൂത്രണം ചെയ്യുന്നത്. ഭീഷണികൾ വന്നതിന് ശേഷം പ്രതികരിക്കുന്നതിന് പകരം അവ മുൻകൂട്ടി കണ്ട് തടയുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതുവഴി കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. ഇതിനായി ദേശീയ സൈബർ സുരക്ഷ, ഇൻഫർമേഷൻ അഷുറൻസ് പ്രോഗ്രാം തുടങ്ങിയ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കും. കൂടാതെ പൊതുസ്ഥലങ്ങളിലെ ചാർജിംഗ് പോർട്ടുകൾ ഉപയോഗിക്കുന്നതിനെതിരെയും കൗൺസിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിമാനത്താവളങ്ങളിലോ മാളുകളിലോ ഉള്ള പോർട്ടുകൾ വഴി 79% യാത്രക്കാരിൽ നിന്നും സ്വകാര്യ വിവരങ്ങൾ അറിയാതെ ചോർത്തുന്നതായും ഇത്തരം ജ്യൂസ് ജാക്കിംഗ് എന്നറിയപ്പെടുന്ന ഈ രീതിയിലൂടെ ഹാക്കർമാർക്ക് നിങ്ങളുടെ ഫോണിലെ ഫോട്ടോകളും സന്ദേശങ്ങളും പാസ്വേഡുകളും മോഷ്ടിക്കാൻ സാധിക്കും. അതിനാൽ ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വന്തം പവർ ബാങ്കോ ചാർജറോ കരുതണം. കൂടാതെ സുരക്ഷ ഉറപ്പാക്കാൻ ഫോണുകളിൽ 2 ഫാക്ടർ ഓതന്റിക്കേഷൻ ഉപയോഗിക്കണം. അപരിചിതമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതും ആവശ്യമില്ലാത്ത ആപ്പുകൾ ഉപയോഗിക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. ഉയർന്നു വരുന്ന ഡിജിറ്റൽ ലോകത്ത് ജാഗ്രത പാലിക്കുക മാത്രമാണ് തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം. SMS, ഇമെയിൽ വഴി വരുന്ന സംശയാസ്പദമായ ലിങ്കുകളിൽ ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്യരുത്. ലോഗിൻ ചെയ്യാനോ വിവരങ്ങൾ പുതുക്കാനോ ആവശ്യപ്പെട്ടുള്ള സന്ദേശങ്ങൾ ഔദ്യോഗിക ആപ്പുകൾ വഴി മാത്രം പരിശോധിക്കുക. സോഷ്യൽ മീഡിയ, ബാങ്കിംഗ് അക്കൗണ്ടുകൾ എന്നിവ കൂടുതൽ ശ്രദ്ധയോടെയും കരുതലോടെയും മാത്രം കൈകാര്യം ചെയ്യുക. പൊതുസ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൗജന്യ വൈഫൈ ഉപയോഗിച്ച് ബാങ്കിംഗ് ഇടപാടുകൾ നടത്താതിരിക്കുക. ലളിതമായ പാസ്വേഡുകൾക്ക് പകരം സങ്കീർണമായ പാസ്വേഡുകൾ ഉപയോഗിക്കുകയും കൃത്യമായ ഇടവേളകളിൽ അവ മാറ്റുകയും ചെയ്യണം. തട്ടിപ്പിനിരയായാലോ സംശയകരമായ സന്ദേശങ്ങൾ ലഭിച്ചാലോ ഉടൻ അധികൃതരെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അടുത്ത ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ശബ്ദമോ മുഖമോ കൃത്രിമമായി നിർമ്മിച്ച് പണം ആവശ്യപ്പെടുന്ന രീതിയും വർദ്ധിക്കുന്നുണ്ട്. ഇത്തരം കോളുകൾ വന്നാൽ ഉടൻ പണം അയക്കാതെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പുതിയ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അനാവശ്യമായി പെർമിഷൻ നൽകുന്നത് ഒഴിവാക്കുക. ഫോണിലെയും കമ്പ്യൂട്ടറിലെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും സുരക്ഷാ ആപ്പുകളും കൃത്യസമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. പഴയ വെർഷനുകളിലെ സുരക്ഷാ വീഴ്ചകൾ തട്ടിപ്പുകാർ മുതലെടുക്കും. എയർപോർട്ടുകളിലും മാളുകളിലും ഒറിജിനൽ വൈഫൈയുടെ പേരിനോട് സാമ്യമുള്ള വ്യാജ നെറ്റ്വർക്കുകൾ ഹാക്കർമാർ സൃഷ്ടിക്കാറുണ്ട്. ഇതുവഴി നിങ്ങളുടെ ഡേറ്റ ചോർത്താൻ അവർക്ക് വളരെ എളുപ്പം സാധിക്കും. ബാങ്ക് വിവരങ്ങൾ ചോർന്നുവെന്ന് സംശയം തോന്നിയാൽ ഉടൻ ബാങ്കുമായി ബന്ധപ്പെട്ട് കാർഡുകളും അക്കൗണ്ടും ബ്ലോക്ക് ചെയ്യുക. സൈബർ ലോകത്ത് അമിതമായ വിശ്വാസം അപകടകരമാണ്. നിങ്ങളുടെ ഒരു ചെറിയ ജാഗ്രത വലിയ ചതിക്കുഴികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. ഡിജിറ്റൽ യുഗത്തിൽ ഓരോ വ്യക്തിയും സ്വന്തം സൈബർ സുരക്ഷയുടെ കാവൽക്കാരാകണം. UAE അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് വഴി നമ്മുടെ സ്വകാര്യതയും സമ്പാദ്യവും സുരക്ഷിതമാക്കാൻ സാധിക്കും. സാങ്കേതികമായി എത്ര പുരോഗതി കൈവരിച്ചാലും തട്ടിപ്പുകാർ പുതിയ വഴികൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ചിന്തിക്കാതെ ക്ലിക്ക് ചെയ്യുക എന്ന രീതി മാറ്റി ഏത് വിവരവും ആധികാരികമാണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പ്രതികരിക്കുക. സൈബർ സുരക്ഷാ കൗൺസിലിന്റെ ഈ മുന്നറിയിപ്പുകൾ ഗൗരവമായി കാണുന്നതിലൂടെ വ്യക്തിഗത സുരക്ഷ മാത്രമല്ല രാജ്യത്തിന്റെ ഡിജിറ്റൽ സുസ്ഥിരത കൂടി നമുക്ക് ഉറപ്പാക്കാം. ഓർക്കുക, നിങ്ങളുടെ ചെറിയൊരു അശ്രദ്ധ വലിയൊരു സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമായേക്കാം. ഓരോ വിവരങ്ങളും കൃത്യമാണോ, സത്യസന്ധമായ പോർട്ടലുകളും ഔദ്യോഗിക വെബ്സൈറ്റുകളും വഴിയാണോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പ്രതികരിക്കുക.